CMF by nothing buts 2 മേടിക്കണോ 2 പ്ലസ് മേടിക്കണോ? കുറേ കൂട്ടുകാരുടെ സംശയമാണ്. എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ അതിനൊരു ആൻസർ കിട്ടുക. പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റുകളും ഒരുമിച്ച് വെച്ച് ഇങ്ങനെ ഫിസിക്കലി കാണിച്ചിട്ട് എനിക്ക് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു നിർവാഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബി റോൾസും അതേപോലെ തന്നെ നെറ്റിൽ കിട്ടുന്ന ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ അതിനൊരു ആൻസർ കിട്ടും. ഏതായിരിക്കും നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ വില കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കമ്പാരിസൺ വീഡിയോസിനും ഓഫർ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് എന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോറിൽ അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് ട്രാപ്പർ ഉണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ് ഇയർബഡ്സ് അവൈലബിൾ ആണ്. കൂടാതെ പുതിയൊരു കാറ്റഗറി ഇതേ ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, നമ്മുടെ മെറ്റൽ കാസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് 1:64 സ്കെയിലുള്ള ഡോഡ്ജ് ചലഞ്ചർ ആണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ റെയർ സസ്പെൻഷനും ഒക്കെ വർക്കിംഗ് ആണ്. എന്തായാലും ഈ ഒരു മെറ്റൽ കാസ് എന്നുള്ളതല്ല, പല സൈസിലുള്ള പല റേറ്റിലുള്ളത് അവൈലബിൾ ആണ്. സോ എല്ലാത്തിനും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ഡീപ് സ്റ്റോറിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ. എപ്പോഴും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമ്മളവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ മെസ്സേജ് ഉള്ളൂ. അതിന് മേടിക്കാതിരിക്കുക അത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ നമ്മുടെ കമ്പാരിസണിലേക്ക് കിടക്കുകയാണെങ്കിൽ ബഡ്സ് 2 പ്ലസിൻ്റെ പഴയ റേറ്റ് 2699 രൂപയാണ്. ആ ഒരു റേറ്റിനാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ബഡ്സ് 2 മേടിക്കാൻ പറ്റുക. എന്നാൽ ബഡ്സ് 2 പ്ലസ് മേടിക്കണമെങ്കിൽ 3299 രൂപ കൊടുക്കണം. ഒരു 600 രൂപ ഡിഫറൻസ് ഇപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിലുണ്ട്. എന്നാൽ കുറച്ച് നാൾ മുന്നേ വരെ ഈ പ്രോഡക്റ്റുകൾ തമ്മിൽ ആകെ 300 രൂപ 200 രൂപ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തായിരുന്നു കുറച്ച് കൂടുതൽ സംശയം നമുക്ക് ഉണ്ടാകുക. കാരണം എന്തായാലും ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു, അപ്പോൾ പിന്നെ ഒരു 200 രൂപ അല്ലെങ്കിൽ 300 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അതായിരുന്നായിരിക്കാം ഫസ്റ്റ് കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും. എന്നാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് 600 രൂപ ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് ഓഫർ സമയങ്ങളിൽ 600 രൂപയ്ക്ക് വേറൊരു ബഡ് മേടിക്കാം. അപ്പോൾ അങ്ങനത്തെ ഡിഫറൻസ് ആണ് എന്തായാലും ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ ഇപ്പോൾ കാണാൻ സാധിക്കുക. ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രീൻ, ഓറഞ്ച് എന്നിങ്ങനെ 3 കളേഴ്സിൽ നമ്മുടെ ബഡ്സ് 2 കിട്ടുമ്പോഴത്തേക്ക് ബ്ലൂ അതുപോലെ തന്നെ വൈറ്റ് എന്നിങ്ങനെ 2 കളേഴ്സിലാണ് ബഡ്സ് 2 പ്ലസ് മേടിക്കുന്നത്. കാഴ്ചയിൽ നമുക്ക് രണ്ടും ഒരേപോലെയൊക്കെ തോന്നുമെങ്കിലും എങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഡയൽ ഉണ്ടല്ലോ, അതിപ്പോൾ ബഡ്സ് 2ലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലോടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഒരു ക്ലിയർ ടൈപ്പാണ്. എന്നാൽ 2 പ്ലസിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു അലുമിനിയം ആണ്. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. കേസ് കവറും ഒക്കെ തന്നെ സെയിം ആണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസുകൾ എന്ന് പറയുന്നത് വെറും കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. രണ്ടിൻ്റെയും ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ സെയിം ആണ്, 460 mAh ബാറ്ററി കപ്പാസിറ്റിയാണ്. എന്നാൽ കിട്ടുന്ന പ്ലേറ്റയും അതിലൊരു ചെറിയ മാജിക് 2 പ്ലസ് കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 55 മണിക്കൂർ നമുക്ക് ANC ഓഫ് ആക്കിയിട്ട് നമ്മുടെ ബഡ്സ് 2 കിട്ടുമ്പോഴത്തേക്ക് അത് 61.5, അതായത് 6.5 മണിക്കൂർ നമുക്ക് എക്സ്ട്രാ ഈ ഒരു CMF by nothing ബഡ്സ് 2 പ്ലസിൽ കിട്ടുന്നുണ്ട്. എന്ത് തരം മാജിക്കാണ് ഇതിൽ അവർ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ അതിനൊരു ചെറിയ റീസൺ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്, അതെന്തായാലും ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവുന്ന ഫാസ്റ്റ് പെയറിംഗ് ടെക്നോളജി ഈ രണ്ട് പ്രോഡക്റ്റുകളിലും ഉണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരണമെങ്കിൽ ഡിസൈൻ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. ഇവിടെയും ആ ഒരു ബാറ്ററി കപ്പാസിറ്റി സെയിം ആണ് കേട്ടോ. 53 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ രണ്ടെണ്ണത്തിലും. 13.5 hours ആണ് ANC ഓഫ് ആക്കിയിട്ട് ബഡ്സ് 2ൽ കിട്ടുമ്പോഴത്തേക്ക് 2 പ്ലസിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 14 മണിക്കൂർ സിംഗിൾ പ്ലേറ്റിംഗ് കിട്ടും. അവിടെ എന്തായാലും ജസ്റ്റ് ഒരു 30 മിനിറ്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ANC ഓൺ ആക്കുവാണെങ്കിൽ നമുക്കത് 7.5 hours തന്നെയാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും. കൂടാതെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി Type-C ആണ് ഇതിനകത്ത് രണ്ടിലും. സോ നമുക്ക് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 7.5 hours ബഡ്സ് 2ൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ബഡ്സ് 2 പ്ലസിലേക്ക് വരണമെങ്കിൽ അത് 8.5 hours, ഒരു 1 hour ഡിഫറൻസ് ഇവിടെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇതിലൊക്കെ ഡിഫറൻസ് വരുന്നതെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റുന്നില്ല. പിന്നെ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ വേറെ കുറച്ച് കാര്യം കൂടെ പറയാം. ഇനി 11mm ഡ്രൈവറാണ് നമ്മുടെ ബഡ്സ് 2ൽ കാണാൻ സാധിക്കുക. എന്നാൽ 12mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് നമ്മുടെ ബഡ്സ് 2 പ്ലസ് വരുന്നത്. മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ SBC AAC കോഡൊക്കെ നമ്മുടെ ബഡ്സ് 2ൽ കിട്ടുമ്പോഴത്തേക്ക് SBC AAC LDAC കോഡൊക്കെ നമ്മുടെ ബഡ്സ് 2 പ്ലസിൽ കിട്ടുന്നതാണ്. കൂടാതെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ സൗണ്ട് പ്രൊഫൈൽ ഉണ്ട്, സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഉണ്ട്, അൾട്രാ ബേസ് ടെക്നോളജി 2.0 ഉണ്ട്, കസ്റ്റം EQ ഉണ്ട്, ട്യൂൺ ബൈ
നത്തിങ് ആണ് നമ്മുടെ ബഡ്സ് 2 പ്ലസ്സിൽ. എന്നാൽ ബഡ്സ് 2-ൽ വരികയാണെങ്കിൽ ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഡിറാക്കാണ് ഇതിൽ ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത് നമ്മുടെ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ബഡ്സ് 2 ആണ് കുറച്ച് മുന്നിൽ നിൽക്കുക. നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബേസ് ഈ ഒരു ബഡ്സ് 2-ലുണ്ട്. ഓൾറെഡി നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ ഒരു CMF-ൽ എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു കിംബാന്തി ഉണ്ട്, അതായത് CMF-ന്റെ എൻഹാൻസ്ഡ് അല്ല, ഭയങ്കര വലിയൊരു എൻഹാൻസ്ഡ് അല്ല ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് എന്നുള്ളത്. ഈവൻ ഞാൻ പോലും നമ്മുടെ CMF by Nothing ബഡ്സ് 2A-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എൻഹാൻസ് എന്നുള്ളത് നമ്മുടെ റിയൽമിയിലൊക്കെ ഉള്ളതുപോലെ ആ ഒരു എൻഹാൻസ്ഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പൊളിച്ചെന്നുള്ളത്. എന്നാൽ അത് റിയൽമി എന്തായാലും നമ്മുടെ നത്തിങ് എന്തായാലും കേട്ടിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലാതെ പോലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു എൻഹാൻസ്ഡ് ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ കിട്ടുക. സോ നിങ്ങൾ CMF by Nothing ബഡ്സ് പ്രോ അതുപോലെ തന്നെ ബഡ്സ് 2A ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും എനിക്ക് എടുത്ത് പറയാനുള്ളത്. ഈ രണ്ട് പ്രോഡക്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഉപയോഗിച്ചവരെല്ലാവരും തന്നെ പറയുന്നത് നമ്മുടെ ബഡ്സ് 2-നാണ് കുറച്ച് ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ബഡ്സ് 2 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എന്നാൽ നമ്മുടെ ബഡ്സ് 2 പ്ലസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു കുറച്ച് വോക്കൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. ബേസ് ഭയങ്കര വലിയ രീതിക്ക് നമുക്ക് ഇവിടെ ഉണ്ടാകത്തില്ല, എന്നാലും ബേസ് ഉണ്ട്. കൂടാതെ ഒരു സ്റ്റീരിയോ ട്യൂൺഡ് ആണ് കുറച്ച് മുന്തി നിൽക്കുന്നത്. സോ നിങ്ങളൊരു എന്താ പറയുക ഭയങ്കര വലിയ രീതിക്കൊരു വോക്കൽ ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ബേസ് ലവർ ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ നിങ്ങളുടെ മൊബൈലിൽ LDAC സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു മൊബൈൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അതർവൈസ് നിങ്ങളുടെ മൊബൈലിൽ LDAC ഒന്നും സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഉറപ്പായിട്ടും ബഡ്സ് 2 തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ LDAC സപ്പോർട്ട് ചെയ്യുമെങ്കിൽ പോലും നിങ്ങൾക്ക് ബഡ്സ് 2 നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾ അത്രയും ആ ഒരു മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ വോക്കൽ ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നുവെങ്കിൽ മാത്രം ഈ ഒരു ബഡ്സ് 2 പ്ലസ് മേടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതർവൈസ് ബഡ്സ് 2 തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റുകളിലും നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നമ്മുടെ ബഡ്സ് 2 പ്ലസിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 2 dB കുറഞ്ഞ് 48 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് നമ്മുടെ ബഡ്സ് 2-ൽ വരുന്നത്. ജസ്റ്റ് 2 dB മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും നമുക്ക് മനസ്സിലാകാൻ സാധിക്കത്തില്ല ഇതിലാണ് നല്ലത് അതിലാണ് നല്ലതെന്നുള്ള രീതിക്ക്. പ്രത്യേകിച്ച് ഇത് വെളിയിലൊക്കെ ഒന്ന് ഓൺ ആക്കുമ്പോഴത്തേക്ക് 50 ആണോ 48 ആണോ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. പിന്നെ എന്തോ ഒരു സാധനം ഓൺ ആയി എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവും, അതിൽ വേറൊരു സംശയം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഇപ്പോൾ ബഡ്സ് 2-ലാണെങ്കിൽ പോലും 48 dB നല്ല രീതിക്ക് ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. കോളിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റുകളിലും നമുക്ക് ഓരോ ബഡുകളിലും 3 മൈക്കുകൾ വെച്ച് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ അൽഗോരിതവും വർക്കിംഗ് ആണ്. ഈ ENC എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി മാനുവലി ഓൺ ആക്കുന്ന ഒരു സംഭവമല്ല, ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഓൺ ആവുന്നതാണ്. കുറേ കൂട്ടുകാർ ഇതും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമുക്ക് ENC ഓൺ ആക്കാൻ പറ്റാന്നുള്ളത്. ആക്ച്വലി നമുക്ക് മാനുവലി ഓൺ ആക്കാൻ സാധിക്കുന്നത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ മാത്രമാണ്. ENC നമുക്ക് ഓൺ ആക്കാൻ സാധിക്കത്തില്ല. എന്തായാലും ഇവിടെ നമ്മുടെ 6 മൈക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ CMF by Nothing ബഡ്സ് 2-നേക്കാളും കുറച്ച് പൊടിക്ക് മൈക്ക് ക്വാളിറ്റി നമ്മുടെ CMF by Nothing ബഡ്സ് 2 പ്ലസിലാണ് കേട്ടോ. എന്താണ് അതിന്റെ റീസൺ എന്ന് അറിയത്തില്ല. എന്തായാലും രണ്ടിലും നമുക്ക് ക്ലിയർ വോയിസ് ടെക്നോളജി 3.0 ആണ്, വിൻ നോയ്സ് റിഡക്ഷൻ 3.0 ഉണ്ട്. പക്ഷേ നമ്മുടെ CMF by Nothing ബഡ്സ് 2 ഉപയോഗിച്ചിട്ടുള്ള ചിലർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ സംസാരിക്കുന്ന ഭയങ്കര വലിയ രീതിക്ക് കേൾക്കും, എന്നാൽ നമ്മുടെ വോയിസ് അവർക്ക് കൂടുതൽ കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ 2 പ്ലസിൽ കുഴപ്പമില്ലാത്ത അത്യാവശ്യം, അതായത് ഈ രണ്ട് പ്രോഡക്റ്റിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 2 പ്ലസിലായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള മൈക്ക് ക്വാളിറ്റി ഉള്ളത്. എന്നാൽ ബഡ്സ് 2-ലും മൈക്ക് ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതിൽ വേറെ സംശയമില്ല. പിന്നെ പ്രയോറിറ്റി നിങ്ങൾക്ക് കോളിങ്ങിനാണെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് പ്രോഡക്റ്റുകൾ മേടിക്കാണ്ട് നമ്മുടെ CMF by Nothing ബഡ്സ് പ്രോയും അതേപോലെ തന്നെ ഇനി റിയൽമിയുടെ നോക്കുകയാണെങ്കിൽ Air 7-ഉം നല്ല ഓപ്ഷൻസ് ആണ്. Air 8-ലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. എന്നാലും ബജറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് Air 7 ആണ് ഇപ്പോൾ 2990 അല്ലെങ്കിൽ 3290 ഈ പ്ലസിന്റെ വിലയ്ക്ക് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടുമെന്നുള്ളതാണ്. ഇനി കണക്ടിവിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.4 തന്നെയാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലുള്ളത്. സോ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. കൂടാതെ മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ IP55 തന്നെയാണ് ഈ രണ്ട് ബഡുകളിലുള്ള ആ ഒരു IP റേറ്റിംഗ്. അതേപോലെ തന്നെ കേസിന് നമുക്ക് IPX2-ന്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് പെയറിംഗ് ഉണ്ട്, LED ചാർജിങ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും, ലോ ലാഗ് മോഡ് ഉണ്ട്, അതായത് നമ്മുടെ 110 ms ലോ ലേറ്റൻസി മോഡ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും ഉണ്ട്. കൂടാതെ നമ്മുടെ ഫൈൻഡ് മൈ ഇയർബഡ്സും ഈ രണ്ട് പ്രോഡക്റ്റുകളിലും ഉണ്ട്. അതായത് ഈ ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്ക് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും. അതേപോലെ തന്നെ നത്തിങ് എക്സ് ആപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനും
സാധിക്കുന്നതാണ്. എന്തായാലും ഫിസിക്കലി അതുപോലെ തന്നെ സ്പെക്ക് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും. എന്നാൽ എന്താണ് നമ്മുടെ ബഡ്സ് 2ഉം അതുപോലെ തന്നെ 2 തമ്മിൽ നമുക്ക് ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഒന്നാമത് തന്നെ പറയാൻ പറ്റുന്നത് നമ്മുടെ ആ ഒരു പ്ലേ ടൈം ആണ്. ബാറ്ററി എല്ലാം സെയിം ആണെങ്കിലും ഇവിടെ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്ലേ ടൈമിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കൂടാതെ മേജറായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ LDAC കോഡക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു മ്യൂസിക് ലവറാണ്, നിങ്ങൾക്ക് എന്താ പറയുക ഒരു വോക്കൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, സ്റ്റീരിയോ ഔട്ട്പുട്ടൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും LDAC കോഡൊക്കെ കൂടിയിട്ടുള്ള ബഡ്സ് 2+ ആയിരിക്കും നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ്. പിന്നെ നിങ്ങളുടെ മൊബൈലിൽ LDAC കോഡൊക്കെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ അത് ഉപയോഗമുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും ബഡ്സ് 2 തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബഡ്സ് 2 മേടിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ 2+നേക്കാളും. കൂടാതെ മൈ ക്വാളിറ്റിയിലേക്ക് വേണമെങ്കിൽ ബഡ്സ് 2+ലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് 2നേക്കാളും കിട്ടുക. ഇതും പലരുടെയും എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ വെറുതെ എൻ്റെ ഒരു സജഷൻ മാത്രമല്ല ഈ മൈ ക്വാളിറ്റിയിലേക്ക് എടുത്തിട്ടുള്ളത്. പലരുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഉപയോഗിച്ചില്ല അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ കാര്യം തന്നെ പറഞ്ഞത് നമ്മുടെ CMF നത്തിങ് ബഡ്സ് 2 എൻ്റെ ഒരു ബ്രദർ ഉണ്ട്. അപ്പോൾ പുള്ളി ഇതേപോലെ ട്രെയിനിൽ പോയപ്പോഴത്തേക്കും ഉണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. അതാണ് അതേപോലെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുപോലെ എന്തായാലും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും CMF നത്തിങ് ബഡ്സ് 2 ആയിരിക്കും ഏറ്റവും നല്ലത്. 2699 എന്നുള്ളത് നോർമൽ റേറ്റിൽ നമുക്കിപ്പോൾ കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ ഓഫർ സമയമാകുമ്പോഴത്തേക്ക് മിക്കവാറും 2399 2499 എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ ബിഗ് ബില്യൺ ഡേയ്സ് ഉടനെ തന്നെ എത്തും. സോ അവിടെ മിക്കവാറും 2299 ആയിരിക്കും കേട്ടോ. 1999 കിട്ടുമോയെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ 2699 എന്നുള്ള നോർമൽ റേറ്റിൽ എത്തിയതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ കഴിഞ്ഞ ബിഗ് ദിവാലി സെയിൽ, അതായത് ബിഗ് ബില്യൺ ഡേയ്സിന് ശേഷമുള്ള ബിഗ് ദിവാലി സെയിലിൽ 1999 നമുക്ക് ഈ ഒരു ബഡ്സ് 2 മേടിക്കാൻ പറ്റിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കിട്ടിയാൽ ഓക്കെ, നല്ല അടിപൊളി ഡീൽ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്തായാലും ബിഗ് ബില്യൺ ഡേയ്സും അതല്ല മറ്റുള്ള ഏതൊരു ഓഫർ വന്നാലും അതിലൊക്കെ തന്നെ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബഡ്സ് 2 മേടിക്കണോ ബഡ്സ് 2+ മേടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ അതങ്ങോട്ട് മാറി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഞാൻ അതിനിവിടെ റിപ്ലൈ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.